അപ്ലൈ ചെയ്തിട്ടുള്ള 4,05,000, അതായത് 20,000 പേര് പോലും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് അപ്ലൈ ചെയ്തവരുടെ എണ്ണമാണ് 4 ലക്ഷം. ഈ 4 ലക്ഷത്തിന് 5%-ആയ 20,000-ൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ എക്സാമിന് വേണ്ടി ഞാൻ പഠിക്കണോ, നാളെ പഠിക്കണം, മറ്റന്നാൾ പഠിക്കണം, അങ്ങനെ ഒരുപാട് ആശങ്കകൾ മനസ്സിലിട്ട് ഓരോ ദിവസവും നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഇത് പഠിക്കാനുള്ള കാരണങ്ങളെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടാവില്ല. ഈ വീഡിയോ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോടാ. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ PSCയുടെ മറ്റ് അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് ആദ്യം എത്തുക സൂപ്പർ നോട്ട്സിലൂടെ തന്നെ ആയിരിക്കും. എന്റെ പേര് ജോബിൻ ബാബു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവസാനം വരെ മുഴുവനായി ക്ലിയറായി ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8ഓളം വരുന്ന നോട്ടിഫിക്കേഷനുകൾ വന്ന് നിങ്ങളുടെ മുൻപിൽ നിൽപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. ഒരുപക്ഷെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. അതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടറും അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ നാഷണൽ സേവിങ്സും ഉൾപ്പെടെയുള്ള ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇത്രയും വേക്കൻസികൾ ഒരുമിച്ച് ഇനിയും വരാൻ സാധ്യതയുള്ളത് 5 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് ഇത്രയും വേക്കൻസികളും അപ്പോഴുണ്ടാവാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേക്കൻസികൾ തന്നെയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ തന്നെ KSFE, KSE, EB ഒക്കെ ഉൾപ്പെടുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ തന്നെ ഏതാണ്ട് 4,000-ഓളം വേക്കൻസികൾ. ഇനിയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള മറ്റ് നോട്ടിഫിക്കേഷനുകൾ ചേർത്താൽ 4,500-ലധികം വേക്കൻസികളാണ് 2026-ൽ ഡിഗ്രി പ്രിലിംസിന്റെ തട്ടകത്തിലേക്ക് കയറാൻ പോകുന്നത്. മക്കളെ, ഇതേപോലെ വലിയൊരു അവസരം ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്? ഈ അവസരത്തിന് വേണ്ടി ഇപ്പോൾ അധ്വാനിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് പ്രയത്നിക്കാൻ പറ്റുക? ഇപ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ഈ വേക്കൻസികൾ ക്രാക്ക് ചെയ്യാൻ. അതിൽ ഒരു വേക്കൻസി അടിച്ചെടുക്കാനായി നിങ്ങൾ ഇപ്പോഴേ ആത്മാർത്ഥമായി പ്രയത്നിക്കണം. മറ്റൊന്ന്, ഡിഗ്രി പ്രിലിംസിന് ഇനി നിങ്ങളുടെ മുൻപിൽ 70 ദിവസത്തെ സമയമുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി കഴിയുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് മാർച്ചും ഏപ്രിലും മെയിലാണ് പ്രിലിംസ് പരീക്ഷ. ഈ 2 മാസങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. 70ഓളം ദിവസങ്ങൾ. ഈ 70 ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ട് എങ്കിൽ, ഡിഗ്രി പ്രിലിംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോർ ഏരിയാസ് ഉണ്ട്. ഒന്ന് MEM അടങ്ങുന്ന 50 മാർക്കിന്റെ ഏരിയയും, മറ്റൊന്ന് GK ടോപ്പിക്സ് അടങ്ങുന്ന 50 മാർക്കിന്റെ ഏരിയയും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ 35 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ, എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്ത് 35 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ, GK നിങ്ങൾ 25 മാർക്ക് വാങ്ങിയാൽ മതി. 60 മാർക്കിലേക്ക് എത്തും. സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് ക്ലിയർ ചെയ്യാം. പ്രിലിംസിന്റെ റിസൾട്ട് പോലും വെയിറ്റ് ചെയ്യാതെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം. ഇനി അല്ല, നിങ്ങൾ GKയിൽ 35 മാർക്ക് സ്കോർ ചെയ്യുമെങ്കിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് 25 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അവിടെയും നിങ്ങൾക്ക് 60 ടോട്ടലിലേക്ക് എത്താൻ പറ്റും. സുഖമായി റിസൾട്ട് വെയിറ്റ് ചെയ്യാതെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ പറ്റും. നിങ്ങളുടെ മുൻപിൽ അവസരം ഇനിയുമുണ്ട്. ഓരോ ദിവസവും കൃത്യമായ ഒരു 6 മണിക്കൂർ മാറ്റിവെക്കാൻ റെഡിയാണ് എങ്കിൽ ഈ അവസരവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മറ്റൊന്ന്, സാലറി ബെനിഫിറ്റ് ആണ്. നിങ്ങൾ KSFEയിലേക്കാണ് കയറുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ കമ്പനി ബോർഡിൽ റിപ്പോർട്ട് ചെയ്യുന്ന KSFEയിലാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 45,000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് ആദ്യമേ കിട്ടി തുടങ്ങും. ഇതുകൂടാതെ മറ്റനവധി ബെനിഫിറ്റുകളും KSFEയിൽ ഉണ്ട്. അതേപോലെ പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതയും KSFEയിൽ വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾ KCBയിലേക്കാണ് കയറുന്നതെങ്കിലോ അവിടെയും നിങ്ങൾക്ക് ഏതാണ്ട് 35,000-ഓളം സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഏറ്റവും കുറവ് സാലറി കിട്ടുന്ന ഏറ്റവും ചെറിയ, അതായത് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞൊരു ബോർഡാണെങ്കിൽ പോലും 25,000 രൂപ നിങ്ങളിലേക്ക് ഉറപ്പായും ലഭ്യമാകുന്ന ഒരു പോസ്റ്റാണ് ഡിഗ്രി ലെവലിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്. മറ്റെല്ലാ പോസ്റ്റുകൾക്കും 30,000-ലധികം സാലറിയും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നിങ്ങൾക്ക് നന്നായി അധ്വാനിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ജീവിതം, നല്ലൊരു ഭാവി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. മറ്റൊന്ന്, ഇതിൽ പല പോസ്റ്റുകളും സമാധാനത്തോടുള്ള ജോലിയാണ്, ക്ലറിക്കൽ ജോബാണ്. ഓഫീസിൽ പോയിരുന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പരമാവധി സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിയുന്ന പോസ്റ്റുകളാണ്. ഇതിൽ ഭൂരിഭാഗവും ഏറ്റവും കൂടുതൽ വേക്കൻസികളും അത്തരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് കുടുംബത്തോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യവും നിങ്ങൾക്ക് കിട്ടുകയാണ്. മറ്റൊന്ന്, കോമ്പറ്റീഷനാണ്. ഇപ്രാവശ്യം ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 3,95,000-ൽ താഴെ ആളുകൾ മാത്രമാണ്. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത. കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോയത് വെറും 2.5 ലക്ഷം പേരായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 4,000-ഓളം വേക്കൻസികൾ, 4 ലക്ഷം അപേക്ഷകരെന്ന് വിചാരിച്ചോ. എങ്കിൽ പോലും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് 100 പേര് ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അത്രയും വലിയ സാധ്യതയാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. നിങ്ങളുടെ സാധ്യത 100 പേരിൽ ഒരാൾക്ക് ജോലി എന്നുള്ളതാണ്.
ഇത് അപ്ലൈ ചെയ്തവരുടെ കണക്കാണ്. നിങ്ങൾ ഇനിയും പരീക്ഷ എഴുതാൻ പോകുന്നവർ, കൺഫർമേഷൻ കൊടുക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ എണ്ണം ഇതിലും കുറവായിരിക്കും. നിങ്ങളുടെ സാധ്യത ഇനിയും വർദ്ധിക്കും. മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ അവസരമാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇനിയും ഇതിന്റെ നെഗറ്റീവ്സിലേക്ക് ഒന്ന് പോയാലോ? എനിക്ക് പ്രധാനമായിട്ടും 3 നെഗറ്റീവ്സ് ആണ് പറയാനുള്ളത്. ഒന്നാമത്തത് പെൻഷനാണ്. ഇതിലെ പല ബോർഡുകളിലും നിങ്ങൾക്ക് നേരിട്ട് പെൻഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നിങ്ങളുടെ സാലറിയിൽ നിന്ന്, നിങ്ങളുടെ മാസാമാസം കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത തുക പെൻഷൻ സ്കീമിലേക്ക് മാറ്റിവെക്കുകയാണ് എങ്കിൽ സർക്കാർ ജോലിയിൽ നിന്ന് കിട്ടുന്ന അതേ പെൻഷൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റുമെന്നുള്ളൊരു പ്രത്യേകത അവിടെ നിൽപ്പുണ്ട്. രണ്ടാമത്തത് സാലറിയിലുള്ള വേരിയേഷനാണ്. ഇതിലെ പല പോസ്റ്റുകൾക്കും, പ്രത്യേകിച്ച് കമ്പനി ബോർഡിൽ തന്നെ പല പോസ്റ്റുകൾക്കും പല സാലറിയാണ് എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഇത്രയും നാൾ നിങ്ങൾ പൊരുതിയതും ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. സാലറി നിങ്ങളെ ഒരു ബോർഡറായിട്ട്, അല്ലെങ്കിൽ സാലറി നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമായിട്ട് മാറില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മറ്റൊന്ന്, ഇനിയും ഇതേപോലെ 4500ഓളം വേക്കൻസികൾ നിങ്ങൾ കാണണമെങ്കിൽ 3 വർഷങ്ങൾ കഴിയണം. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഇപ്പൊ നിങ്ങളുടെ മുൻപിൽ കിട്ടിയ ഈ മനോഹരമായ അവസരം, ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കിട്ടിയ ഈ സുന്ദരമായ സമയം, ഇതേപോലൊരു സമയം നാളെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം മക്കളെ, ഇന്നത്തേതിനേക്കാൾ ദുഷ്കരമായിരിക്കും നാളെ. ഇന്ന് നിങ്ങളുടെ മുൻപിൽ എന്തൊക്കെയാണോ കാണാൻ പോകുന്നത്, അതിനേക്കാൾ ദുഷ്കരമായ, അതിനേക്കാൾ പ്രതിസന്ധികളേറിയ ദിവസമാണ് നിങ്ങളെ നാളെ കാത്തിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാളെ പഠിക്കാമെന്ന് വിചാരിച്ച് വീണ്ടും നിങ്ങളുടെ സമയം ഉഴപ്പി കളയല്ലേ. ഇതാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സമയം. ഈ നിമിഷം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ പോവുകയാണ്. അതിനുവേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷും അതിനോടൊപ്പം തന്നെ മെയിൻസും കൂടി ചേർത്തിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ച് മാർച്ച് മാസം 2-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ആദ്യം തന്നെ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ 70 ദിവസം ഡിഗ്രി പ്രിലിംസിന്റെ ക്രാഷും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രാഷും അതിനോടൊപ്പം മെയിൻസിന്റെ മുഴുവൻ ടോപ്പിക്കുകളും, നിങ്ങൾ ഏതൊക്കെ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിലേക്ക് എത്തുന്നോ അതിന് മുഴുവൻ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ ഈ ഒരു ബാച്ചിൽ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ ഉണ്ട്. 10% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് ലിമിറ്റഡ് ടൈം ഓഫറാണ്. വളരെ വേഗത്തിൽ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ ബാച്ചുകൾ ക്ലോസ് ആകും. 250 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ ഉള്ളത്. ഇനി വളരെ കുറച്ച് സീറ്റുകൾ കൂടിയേ ഉള്ളൂ. ഈ സീറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുക, ജോയിൻ ചെയ്യുക. 2-ാം തീയതി ബാച്ചിൽ കാണാം. ഒരു വലിയ മാറ്റത്തിന് വേണ്ടി, 2026 നിങ്ങളുടെ ജോലി സ്വപ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി, ഒരവസാനത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കോളൂ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ബാച്ചിൽ കാണാം.